പഴക്കം പിടിച്ച ഒരു വീട് നമുക്ക് ഈ ഇദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം. നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് എന്നൊക്കെയാ പറയാനുള്ളത്? നമുക്ക് ഈ വീടിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴുണ്ട്. നമ്മൾ താക്കോലിട്ട് നല്ല മണിയടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് ബെഡ്റൂമാണ്. ഇത് നല്ല മെയിനായിട്ട് പറയുന്ന ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഭയങ്കര തടിയാണ്, മൊത്തം തടിയും കൂടെ വന്നു, ഭയങ്കര ബലമൊക്കെയാ. ഇത് വരെ തടിയാണ്. നമുക്ക് അങ്ങനെ പേടിക്കൊന്നും ഇവിടെ പൊളിഞ്ഞു വീശുന്നൊന്നും. കാറ്റൊക്കെ നല്ല തണുപ്പൊക്കെയാ. ഇത് നമുക്ക് നല്ല ബലമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മേളി പൂവുകൊണ്ട് ആൾക്കാർ വളർന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫാൻ്റെ ഉപയോഗമേ വേണ്ട, തടിയാണ്, നല്ല തണുപ്പാണ്. പക്ഷേ ഇവിടെ ഇത്ര തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നിലവറയുണ്ട്. നിലവറയിൽ നമുക്കിത് പണ്ടത്തെ അരിയും എല്ലാം സൂക്ഷിച്ചൊക്കെ നെല്ലും ഒക്കെ പെട്ടെന്ന് ഉറങ്ങിയൊക്കെ കിട്ടും. നല്ല ഭൂമി അടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ചൂടും തണുപ്പും എല്ലാം കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിത് അതിൽ 10 റൂമുണ്ട്. നമുക്കിപ്പോൾ ചുറ്റുപാടൊന്നും കാണിക്കാനുള്ള സമയമില്ല. 10 റൂമുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ പേര് പങ്ങപ്പാട്ട് വീട്. കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ സ്ഥലം. കാണാത്തവർക്കൊക്കെ വന്ന് കാണാം. പിന്നെ നമുക്ക് ഇത് എത്ര വർഷം പഴക്കമുള്ള പറയാം, 136 വർഷം പഴക്കമുള്ള വീടാണ്. പൂച്ച ഞാൻ പറഞ്ഞില്ല, ഇത് 10 റൂമുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 അടുക്കളയും 2 ഹാളും പിന്നെ എല്ലായിടത്തും ബാത്റൂമുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ആൾക്കാരൊക്കെ വന്നാൽ ഇതിൽ നല്ല കിടക്കാനുള്ള റൂം. അതിൻ്റെ അകത്ത് തന്നെ 3 ഇതും ഒരു ഹാളും ഉണ്ട്, 3 ബെഡ്റൂമൊക്കെ ഉണ്ട്. ഇവിടൊക്കെ ജനലൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ റൂമിൻ്റെ ഒരു സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു കഥ, 3 കഥ ഈ റൂമിന് തന്നെ ഉണ്ട്. ഇതും ഒരു കഥവാണ് നമ്മൾ കണ്ട റൂമിൻ്റെ. ഞാൻ പറയാൻ ഇതും ഒരു ഇതാണ്. നല്ല തണുപ്പാണ്. നമ്മളിവിടെ തൊട്ട് നോക്കുമ്പോൾ തന്നെ കാണാം. നിങ്ങളും തൊട്ട് നോക്കും, എന്നാ തണുപ്പാണ് തൊട്ട് നോക്കും. നല്ല തണുപ്പല്ലേ? അത് നമുക്ക് കിടന്നൊക്കെ നല്ല സുഖമാണ്. കിണറ് കാണാം. ഇതൊക്കെ നല്ല സ്ഥലങ്ങളാണ്. കിണറെന്ന് പറയുമ്പോൾ നല്ല താഴ്ചയുള്ള കിണറാണ്. നമുക്കിപ്പോൾ നിങ്ങൾ ചുമ്മാ നോക്കും, ഇവിടെ പാമ്പിൻ്റെ ശല്യമൊന്നുമില്ല, നിറച്ചും വെള്ളമാണ്. പിന്നെ നമുക്ക് അപ്പുറം സൈഡിൽ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ കണ്ട കിണറെന്ന് പറയുമ്പോൾ ഈ പണ്ടത്തെ ആൾക്കാരായതുകൊണ്ട് ഇപ്പോഴത്തെ കിണറെന്ന് പറഞ്ഞാൽ ഈ ചിരട്ടയൊക്കെ അത്രേ ഉള്ളൂ. പണ്ടത്തെ കിണറെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കിണറാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ചുമ്മാ ഒന്ന് വട്ടം വന്ന് കണ്ടിട്ട് വരാം. പിന്നെ നമുക്കിവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഇപ്പോൾ വെള്ളമില്ല, ഈ പൈപ്പും ഉണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്, കല്ല്, ഇതൊക്കെ അരയ്ക്കാനുള്ള കല്ലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിരുന്നതാണ്. ഇതും ഒരു തുണി കലക്കാനുള്ള കല്ലാണ്. നമുക്ക് 2 അടുക്കളയാണ് ഞാൻ പറഞ്ഞു. ഇതും ഒരു അടുക്കളയാ, ഇതും ഒരു അടുക്കളയാ. ഇവിടെ കാർപോർട്ട് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കാർപോർട്ടാണ്. ഇത് നല്ല വലിയ സ്ഥലമാണ്. ഇനി നമുക്ക് വീതിയൊക്കെ കൂട്ടാൻ പറ്റും. ഇവിടുത്തെ എന്ന് പറയുമ്പോൾ 10-30 ഏക്കറുണ്ട്. താഴെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ കൂടുമ്പോൾ 10-30 ഏക്കറൊക്കെ ഉണ്ട്. നമുക്ക് ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നമുക്കിപ്പം നെല്ലിക്ക കാണാം, ജാതിക്കയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കൃഷി സ്ഥലമാണ്. ഇപ്പം ഭയങ്കര കാടൊക്കെ കയറി കിടക്കുക. പിന്നെ ഇവിടെ അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കൃഷി സ്ഥലമാണ്. ഇനിയും തോന്നുന്നു. പണ്ടത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര കൃഷിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ മെയിനായിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ വേറെ ഒരു രാജ്യത്തെ ഫ്രൂട്ടാണ് ലച്ചിപ്പഴം. ആ ലച്ചിപ്പഴം നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ നേരത്തെ എടുത്ത് ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ നിന്ന് നേരെ മുമ്പിലോട്ട് പോകുന്ന പറയുമ്പോൾ ഭയങ്കര ലച്ചിപ്പഴത്തിൻ്റെ ഒരു മരം കാണാം. അതിൽ ഒത്തിരി വളരെ സീസൺ ആകുമ്പോൾ നമുക്ക് സൂം ചെയ്ത് കാണാം. ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ലപോലെ പഴുത്തിപ്പുണ്ട്. ക്ലിയർ ആയിട്ട് അത്ര കാണത്തില്ല.
തന്നതിന് താങ്ക്സ്. അത് കുഴപ്പമില്ല, ഞാനിങ്ങനെ കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും. താങ്ക് യു.